ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 97-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് കേട്ടോ. ഷോ ഇനി തീരാനായിട്ട് ഒരു ദിവസം മാത്രമേ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്, ഇതെന്താ 97 എന്ന് പറയുന്നു, 100 ദിവസമല്ലേ എന്ന്. തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ പ്രൈം ഷോ തുടങ്ങിയിരിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ പ്രൈം ഷോ ഞായറാഴ്ചയാണെങ്കിലും ഒരു ദിവസത്തിന് മുന്നേ ഇവരെല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 100 ഡേയ്സ് നാളെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ ഷോ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ റിവ്യൂ ചെയ്യാൻ എനിക്ക് തന്ന ഓരോ അവസരത്തിനും ഞാൻ ഈശ്വരന് നന്ദി പറയുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസത്തെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നോക്കാം. രാവിലെ എല്ലാവർക്കും ഡാൻസ് കളിക്കാനായിട്ട് ഒരു അടിച്ചുപൊളി പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കാക്കക്കുയിലേ, ആ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നോറ കുട്ടി വരുന്നുണ്ട് കേട്ടോ. നോറ വന്നതിന് ശേഷം എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, നീ എന്താ ജാൻമണിയെ മൈൻഡ് ചെയ്തത്? ജാൻമണിക്ക് വിഷമമായിട്ട്. അയ്യോ ജാൻമണി, ഞാനിപ്പോൾ വന്ന് എല്ലാവരോടും സംസാരിക്കുന്നതേ ഉള്ളൂ, എവിടെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിനകത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ജാൻമണി നല്ല ഒരുക്കത്തിലായിരുന്നു കേട്ടോ. ഹായ് ജാൻ, അവിടെ ജാൻമണി എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങ് മറന്നേക്കും, അതൊക്കെ ഗെയിമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അത് തന്നെ ഗെയിമാണല്ലോ. ആ ഗെയിം കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്, എല്ലാവരും ചിൽ ചെയ്യാൻ വന്നതാണല്ലോ. അത് മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം സംസാരിച്ചിരുന്ന സമയത്ത് വീണ്ടും നാം പാട്ടിട്ടിരിക്കുന്നു. പാട്ടിന് ശേഷം വന്നിരിക്കുന്നത് സായിയും നന്ദനയും സിജോയാണ്. അർജുനന് ഭയങ്കര സന്തോഷം സിജോയെ കണ്ട സമയത്ത്. അങ്ങനെ ഒരു ഹഗ്ഗൊക്കെ ചെയ്ത് എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഓരോരുത്തർ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ സായി ജാസ്മിനോട് പറഞ്ഞു, എടി ഒരു ദിവസം 24 മണിക്കൂർ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. ജാസ്മിൻ എവിടെയാണ് ഇങ്ങനെ ചത്തുകുത്തി ഇരിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന രീതിയിൽ സായി നമ്മുടെ ജാസ്മിൻ്റെ ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീനെന്ന് വെച്ചാൽ ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റസ്മിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ഗബ്രി, നീ എന്താടി കരയടി, എൻ്റെ മുഖത്തൂക്കി കരയടി, എന്തിനാടി നീ കരയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞിട്ട് നോ ഐഡിയ. എന്നിട്ട് ഗബ്രി പറഞ്ഞു, നീ ഡൗൺ ആയാൽ നിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കും. ഇങ്ങനെ വരുമ്പോൾ റസ്മിൻ പറഞ്ഞു, നീ എന്തിനാണ് നമ്മൾ അവളെ സന്തോഷിപ്പിക്കാൻ വന്നത്? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, റസ്മിൻ ഇഷ്ടപ്പെടുന്നില്ല ഗബ്രിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ അത് പോയി നമ്മളെ അപ്സര എടുത്ത് പരാതി പറയാണ്, ഞാൻ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കും, അവൻ അതിൻ്റെ ഇടയിൽ കയറി ഉണ്ടാക്കാമെന്ന രീതിയിൽ റസ്മിൻ സംസാരിക്കുന്നുണ്ട്. ആൾറെഡി എന്താ പറയേണ്ടത്, ജാസ്മിന് നെഗറ്റീവ് ആണെന്ന് റസ്മിൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഗബ്രിയുടെ ഒരു സാന്നിധ്യം വേണ്ടെന്ന രീതിയിൽ ഒരു ദൂരെ കൂടി ഒരു ഇൻഫോം കൊടുക്കുന്നത്. പക്ഷേ എവിടെ കേൾക്കാനാ? ആ രംഗത്തിന് ശേഷം നല്ലൊരു അടിപൊളി പാട്ടിട്ടിരിക്കുകയാണ് നമ്മുടെ രാവണ പ്രൊഫൈൽ. ഏത് പാട്ടെന്ന് പറയുമ്പോൾ, പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്ക ചിക്ക ചീയ പെണ്ണി ചിക്കി ചിക്ക. അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് ശ്രീതു. എല്ലാവരുമായിട്ട് പോയി സന്തോഷം പങ്കിടുന്നു. അർജുനോടും ഹായ് അർജുൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും എവിടെ ഇരിക്കുന്നു, ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, നിങ്ങൾ ഇത്രയും ദിവസം ഓരോരോ സംഭവങ്ങൾ കണ്ടല്ലോ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നർമ്മ മുഹൂർത്തങ്ങൾ. അങ്ങനെയുള്ള നർമ്മ മുഹൂർത്തങ്ങൾ കാണിച്ചു തുടങ്ങി. ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡപ്പൻ്റെ ഉറക്കമാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ രംഗം കാണിക്കുന്നുണ്ട്. ചാന്തുവോട്ട് സിനിമയിലെ പാട്ടിൻ്റെ ട്യൂണുണ്ടല്ലോ, ടാര ടെറ്റര ടാര ടെറ്റര ടാര ടെറ്റാര, ആ ട്യൂണ് കാണിച്ചപ്പോൾ ഈ രംഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ച് മരിക്കുകയായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു എഡിറ്റിങ്. എല്ലാ രംഗങ്ങളും, ടാസ്ക് ആയാലും പിണങ്ങുന്നതായാലും കരയുന്നതായാലും ഈ ചിരിക്കുന്ന രംഗങ്ങളായാലും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതിനുശേഷം അൻസിബ ഋഷിയും കൂടി ഒരു സംസാരമാണ്. എന്താണെന്ന് വെച്ചാൽ സിജോ വന്ന സമയത്ത് എന്തോ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അൻസിബ പറയണത്, നീ മൈൻഡ് ചെയ്യേണ്ട, സിജോ ചുമ്മാ ഒന്ന് ഇളക്കാൻ നോക്കിയത്, നീ അത് മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ ഏറ്റവും മനുഷ്യപ്പെട്ടുള്ള മനുഷ്യൻ നീയാണ് ഋഷി, നീ ആരെയും മൈൻഡ് ചെയ്യേണ്ട, നീ റിസർവ്ഡ് ആണ് ടോപ്പ് 5 എത്താൻ എന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ആര്, അൻസിബ ഋഷിയോട്. ഗബ്രിയും ജാസ്മിൻ്റെ ഡിസ്കഷൻ കാണിക്കുന്നുണ്ട്. ഗബ്രി പറയുന്നത്, എനിക്ക് അകത്തുനിന്ന് കിട്ടിയ ട്രോമയാണ് ഏറ്റവും വലുത്, അല്ലാതെ പുറത്തുള്ള ഒരു പ്രശ്നം എനിക്കൊന്നുമല്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 100 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ മിന്നിമായുന്നുണ്ടാവാം. മനോഹരമായ നിമിഷങ്ങൾ, ടാസ്കുകൾ, അങ്ങനെയെല്ലാം.
ഒറ്റമുറിയിൽ നിങ്ങൾക്കിത് കാണാം. ആദ്യം ടോപ്പ് 5 എത്തിയവർ എവിടെ പോകണം? ആക്ടിവിറ്റി ഏരിയയിൽ വരിക. അങ്ങനെ അവരെല്ലാവരും 5 പേരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ അതായത് ഇവിടെ വന്നത് മുതൽ ഈ നിമിഷം വരെയുള്ള ഫോട്ടോസിൻ്റെ ഒരു എന്താ പറയുക എക്സിബിഷൻ പോലെ കേട്ടോ. അങ്ങനെ അവർ കാണുന്നുണ്ട്. പിന്നെ ഇതാ ഒരു മെഷീൻ പോലെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ഫോട്ടോസിൻ്റെ തെളിഞ്ഞു വരും അവർക്ക് നന്നായിട്ട്. അങ്ങനെ അതൊട്ട് കാണുന്നുണ്ട്. എന്താ പറയണ്ടേ, അവർക്ക് ഓരോരോ ഫോട്ടോകൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നേ ഉള്ള ഫോട്ടോകൾ നമുക്കിപ്പോൾ കാണുന്ന സമയത്ത് ആൽബം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റി അല്ലേ, അതുപോലെ തന്നെയാണ് അവർക്കും കേട്ടോ. ആ രംഗത്തിന് ശേഷം നമ്മുടെ ഗബ്രിയും ജാസ്മിനും പിന്നെയും സംസാരിക്കുന്നുണ്ട്. ജാസ്മിനെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, നാളത്തെ ദിവസം ഫിനാലെയാണ്. കപ്പ് മുഖ്യം ബിഗിലെ, നീ ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അതിനുശേഷം എന്താണ് ഫിനാലയിൽ നല്ല ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കണമെന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഗബ്രി. ശ്രീധു തിരിച്ചു വന്നിട്ടും അർജുനോട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അവസാനം പോകാൻ സമയമായപ്പോഴാണ് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീധു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മളെ ജിൻഡോയും അതുപോലെ രതീഷും നിഷാനയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിൻഡോ പറയാൻ ശ്രീധുവിന് പുറത്ത് പോയപ്പോൾ പണി കിട്ടി. ആ പണി കിട്ടിയതാണെന്ന് അർജുനന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു എക്സ്പ്രഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞ് സംസാരിക്കുന്നു. ജിൻഡോ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇവിടെ ഉണ്ടെങ്കിലും ജിൻഡോ എന്താ പറയേണ്ടത്, വേറെ ലെവൽ തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്നത് അർജുന് ശ്രീധു തമ്മിൽ ഡിസ്കഷനാണ് കേട്ടോ. അർജുൻ എന്തോ മനസ്സിലായി ശ്രീധുവിന് എന്തൊക്കെ പിടി കിട്ടിയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അർജുൻ ശ്രീധുവിനോട് പറയുവാണ്, ഞാൻ നിൻ്റെ കൂടെ ജെന്യൂനായിട്ടാണ് കാണിച്ചത്, ഒന്നും ഫേക്കായിട്ടില്ല. പിന്നെ എനിക്ക് നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീ എന്നെ ഡാൻസ് പഠിപ്പിച്ചു തന്നതിന്, ലെറ്റർ എഴുതി തന്നതിന്, ഫുഡ് പിച്ചി തന്നതിന്. നീ നല്ലൊരു വുമണാണ്, ഞാൻ ഗേളെന്ന് പറയില്ല, നീ നല്ലൊരു വുമണാണ്. അപ്പോഴത്തേക്ക് ശ്രീധു പറയാണ്, നമുക്ക് വർക്കിൽ എൻഗേജ്ഡ് ആയാൽ ഈ മിസ്സിങ് ഒന്നും തോന്നില്ല, പിന്നെ కొంచెం നാൾ മിസ്സിങ് ആയിരിക്കും. അങ്ങനെ അർജുൻ ശ്രീധുവിന് നല്ല സക്സസ് ആയിട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ശ്രീധുവും അങ്ങനെ തന്നെ കേട്ടോ. അവരുടെ ആ ഒരു സൗഹൃദ സംഭാഷണത്തിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾക്കായിട്ടുള്ള അത്താഴം ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട്, പോയി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. വിഭവസമർത്ഥമായ അത്താഴം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീധു പറയാണ്, ലാസ്റ്റ് അത്താഴം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 25 കണ്ടസ്റ്റന്റുമായിട്ട് യാത്ര തുടങ്ങി. അവർ ആദ്യമായിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അവസാനം 2 പേരില്ല, സിബിനും ഇല്ല റോക്കിയും ഇല്ലാതെ 23 പേരുമായി എന്താ പറയേണ്ട സൗഹൃദ സംഭാഷണം നടത്തി. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ബിഗ് ബോസിനോടും ഈ വീട്ടിനോടും എല്ലാവരോടുമായി ടോപ്പ് 5 5 പേരോടുമായി യാത്ര പറഞ്ഞ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് അവരുടെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പോകാൻ സമയമായപ്പോഴത്തേക്ക് ഗബ്രി ഇതാ വാഴയില കരസ്ഥമാക്കിയിരിക്കുകയാണ്. ജാസ്മിൻ എഴുതി വെച്ചില്ലേ, ജാസ്മിൻ വാഴ ഗബ്രി വാഴ, അത് ഗബ്രി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ 5 ടോപ്പ് 5 പേർക്കും എന്താ പറയേണ്ട കയ്യടിയൊക്കെ കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവരിതാ പടിയിറങ്ങുന്നുണ്ട്. മാത്രമല്ല സിജോ ആണെങ്കിൽ അർജുനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുത്. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയക്കാർ വന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലതിന് ഉത്തരം പറയുക, ചിലതിന് ഇഗ്നോർ ചെയ്യുക എന്ന രീതിയിലാണ്. അത് ഈ അവസരത്തിൽ പറയണമെന്ന് അറിയത്തില്ല, എന്തോ ഓക്കെ. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റും സിജു അർജുന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോകാൻ സമയമായപ്പോഴത്തേക്ക് ജാസ്മിനും റസ്മിനും ശ്രീധുവും ഒക്കെ ഇങ്ങനെ മുകളോട്ട് നോക്കി കിടപ്പുണ്ട്. ഇവരിതിന് മുന്നേ ഉണ്ടല്ലോ നക്ഷത്രങ്ങൾ എണ്ണുന്ന പതിവുണ്ടായിരുന്നു, അത് ഒന്നുകൂടെ ഇങ്ങനെ ആവർത്തിച്ചിട്ട് പുനരാവിഷ്കരിച്ചു കേട്ടോ. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിട്ട് യാത്ര പറഞ്ഞിരിക്കുന്നുണ്ട്. ജാസ്മിനാണെങ്കിൽ ഗബ്രി വിടാനേ ഇഷ്ടമല്ല. ഗബ്രി പോകുന്ന സമയം ആവട്ടെ, അവരാരും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ പോയാൽ മതി എന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. പിന്നെ റസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ടോപ്പ് 5 മാത്രം എന്താ വീട്ടിലുണ്ട്. ബാക്കി എല്ലാവരും ഇവരോട് യാത്ര പറഞ്ഞും ബിഗ് ബോസിനോട് യാത്ര പറഞ്ഞും താങ്ക്സ് ഒക്കെ പറഞ്ഞതാ പടിയിറങ്ങിയിരിക്കുകയാണ്. ഇനി അവർക്ക് ഫൈനൽ വേദിയിൽ കാണാം. അപ്പോൾ ജാസ്മിൻ കരയുന്നുണ്ട്, അർജുൻ കരയുന്നുണ്ട്. അതിനുശേഷം അർജുൻ വന്ന് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജിൻഡോ സുഹൃത്ത് റൂമിൽ പോയി കരയുന്നുണ്ട്. അഭിഷേക് ഋഷിയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് പീപ്പിൾസ് റൂമിൽ നമ്മൾ മാത്രമായി എന്ന രീതിയിൽ. ഋഷിക്ക് നല്ല വിഷമം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അഭിഷേകിന് പിന്നെ നോ സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ. എന്തായാലും ഋഷി റൂമിനകത്ത് പോയിട്ട് അൻസിബയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഫോട്ടോയുടെ അടുത്ത് പോയി അൻസിബ കൊടുത്ത പെർഫ്യൂം അവിടെ കയ്യിലിരിപ്പുണ്ട്. ആ പെർഫ്യൂം എടുത്ത് അടിക്കുന്നുണ്ട്, ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി കേട്ടോ. അവസാനത് അർജുനും ജാസ്മിനും കൂടി ബിഗ് ബോസ് ഹൗസിൻ്റെ ഗാർഡൻ ഏരിയയിൽ നിന്നുണ്ട് ഒരു അലർച്ചയാണ് കേട്ടോ. അലറി കൂകിക്കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ എപ്പിസോഡ് എന്നത് തീർന്നിരിക്കുന്നത്. എന്തൊക്കെ സംഭവ വികാസങ്ങളല്ലേ, എത്ര പേര് വന്ന് 25 പേര് വന്നു, എവിക്ഷൻ വരുന്നു, അടി വരുന്നു, പിണക്കങ്ങൾ വരുന്നു, പിന്നിൽ കുത്ത്, എന്താ പറയുക ഡബിൾ സ്റ്റാൻഡ്, എൻ്റെ പൊന്നു എന്തെല്ലാം വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തോടുകൂടെ ലൈവും തീർന്നിട്ടുണ്ട്, എപ്പിസോഡും സ്റ്റോപ്പായിട്ടുണ്ട്. നാളെ ഫൈനലാണ് സുഹൃത്തുക്കളെ. നാളത്തെ പ്രോഗ്രാംസ് അടിപൊളിയാണ്. എന്തായാലും ഷൂട്ടിംഗ് ഇന്ന് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. നാളെ 7 മണിക്കാണ് ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലും ബിഗ് ബോസിൻ്റെ ഫൈനൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വോട്ട് കൊടുക്കുക. അർഹതപ്പെട്ടവർ ഇതിൻ്റെ ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത അന്ന് മുതൽ ഈ നിമിഷം വരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അപ്പോൾ തുടർന്നുമല്ല എൻ്റെ വീഡിയോസൊക്കെ കാണുക. ഷോർട്സ് വീഡിയോ കാണും. പിന്നെ തിങ്കൾ മുതൽ 9 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഏവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഈ ഭൂമിയിൽ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല, കൊടുത്തു പോകാം സ്നേഹം മാത്രമല്ലേ. അന്യോന്യം നമുക്ക് സ്നേഹിക്കാം. അപ്പോൾ എന്തായാലും നാളത്തെ ബിഗ് ബോസിൻ്റെ ഫൈനൽ വിശേഷങ്ങളും ആരാണ് ബിഗ് ബോസിൻ്റെ കപ്പ് നേടുന്നതെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക. നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ബൈ ബൈ.